ഓക്കെ, നെക്സ്റ്റ് പോർഷൻ നമുക്ക് നോക്കാനുള്ളത് ടാക്സ് ഇൻവോയ്സ് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് നോട്ട്സ് ആണ്. ഓക്കെ, അതെന്താ നോക്കാം. ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ ഇൻവോയ്സ് ഈസ് എ കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് issued by a supplier of goods or services to a recipient. It identifies both the parties involved and describes the items sold or service supplied, qualifies the items sold, quantifies the items sold, shows the date of shipment and mode of transport, prices and discounts if any, and the delivery and payment terms ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗൂഡ്സ്. ഇപ്പോൾ ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, അല്ലേ? ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു പേപ്പറാണ്, അല്ലേ? ഒരു ഡോക്യുമെൻ്റ് ആണ്, ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അതാരാ ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ ദ സപ്ലയർ ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ് ടു റെസിപ്പിയൻറ്റ്. ആരാണോ ഗുഡ്സ് വാങ്ങുന്നത് അയാൾക്ക് സപ്ലയർ ഗുഡ്സിനെയോ സർവീസസിനെയോ സംബന്ധിച്ച് കൊടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻവോയ്സ്, അല്ലേ? ഇറ്റ് ഐഡൻറ്റിഫൈസ് ബോത്ത് ദ പാർട്ടീസ് ഇൻവോൾവ്. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇതിൽ ആരൊക്കെയാണ് ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നത്? ആ രണ്ട് പാർട്ടീസിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? പിന്നെന്താ പറയുന്നത്? എന്ത് ഐറ്റമാണ് സോൾഡ് ചെയ്യുന്നത്, അല്ലേ? എത്ര ക്വാണ്ടിറ്റിയാണ് ആ സോൾഡ് ചെയ്യുന്ന ഐറ്റം. ഓക്കെ, അതേപോലെ അതിൻ്റെ ഡേറ്റ് ഓഫ് ഷിപ്മെൻറ്റ് എന്താണ്, ഏതാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇതിന് ഉപയോഗിക്കുന്നത്, എത്രയാണ് അതിൻ്റെ പ്രൈസ്, ഡിസ്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ, പേയ്മെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് സപ്ലയർ ഈ പറഞ്ഞ റെസിപ്പിയൻറ്റിന് കൊടുക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഇൻവോയ്സ്. ഓക്കെ, ഇനി എന്താ ടാക്സ് ഇൻവോയ്സ്? Under the GST regime, a tax invoice means the tax invoice referred to in Section 31 of the CGST Act 2017. All registered person other than supplier of exempted goods or exempted service and composite dealer shall be liable to issue tax invoice. ഇപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സെക്ഷൻ 31 ഓഫ് ദ CGST ആക്ട് 2017 വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഈ പറഞ്ഞ ടാക്സ് ഇൻവോയ്സിനെ കുറിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ എക്സംപ്റ്റഡ് ഗുഡ്സോ സർവീസസ് അല്ലാതെ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഈ പറഞ്ഞ ടാക്സ് ഇൻവോയ്സ് കൺസ്യൂമേഴ്സ് ഈ ലയബിൾ ടു ഇഷ്യൂ ടാക്സ് ഇൻവോയ്സ്. ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും എക്സംപ്റ്റഡ് ഗുഡ് അല്ലാത്ത എല്ലാ ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാരും ഇഷ്യൂ ചെയ്യേണ്ട ഒരു ഇൻവോയ്സാണ് ടാക്സ് ഇൻവോയ്സ്. ഇനി എന്താണ് ടാക്സ് ഇൻവോയ്സിൻ്റെ കണ്ടൻസ്? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടാക്സ് ഇൻവോയ്സ് എന്താണെന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടാവും, അല്ലേ? കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇൻവോൾവ്സ് നെയിം ആൻഡ് അഡ്രസ് ആൻഡ് GSTN ഓഫ് ദ സപ്ലയർ. അപ്പോൾ ആരാണ് സപ്ലയർ, അയാളുടെ നെയിം, അഡ്രസ്സ്, അയാളുടെ GST നമ്പർ. ഓക്കെ, അതേപോലെ എ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ നോട്ട് എക്സീഡിങ് 16 characters in one or multiple series containing alphabets or numericals or special characters, hyphen or dash and slash. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ടാക്സ് ഇൻവോയ്സിലൊരു സീരിയൽ നമ്പർ ഉണ്ടാവും, അത് 16 characters ഉണ്ടാവും. അതിൽ നോട്ട് എക്സീഡിങ് 16 characters എന്നാണ് പറഞ്ഞത്, മാക്സിമം 16 characters ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അതിൽ ഒരുപാട് ആൽഫബറ്റ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, സ്ലാഷസ് ഉണ്ടാവും, ഹൈഫൺസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഈ 16 characters. ഓക്കെ, പിന്നെ അതിൽ ഇത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് GSTN ഓർ UIN ഓർ ഇഫ് രജിസ്റ്റേർഡ് ഓഫ് ദ റെസിപ്പിയൻറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ സപ്ലയറുടെ ഡീറ്റെയിൽസ് പോലെ തന്നെ റെസിപ്പിയൻറ്റിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സും GST നമ്പർ ഉണ്ടെങ്കിൽ അതും അതിൽ ഇൻവോൾവ് ആയിരിക്കും. പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻറ്റ് ആൻഡ് ദ അഡ്രസ് ഓഫ് ഡെലിവറി along with the name of the state and its code if such a recipient is unregistered and where the value of taxable supply is 50,000 rupees or more. അപ്പോൾ പിന്നെന്താ ഉണ്ടാവുക? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ ആൻഡ് അഡ്രസ് ഓഫ് ദ ഡെലിവറി അലോങ് വിത്ത് ദ നെയിം ആൻഡ് എവിടെയാണ് നമ്മൾ ഡെലിവറി നടത്തുന്നത്, ആരൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഈ ഗുഡ്സ് റിസീവ് ചെയ്യുന്നുണ്ട്, ഏത് സ്റ്റേറ്റിലാണ്, ആ സ്റ്റേറ്റിൻ്റെ കോഡ്. ഇഫ് സച്ച് റെസിപ്പിയൻറ്റ് ഈസ് അൺരജിസ്റ്റേർഡ് ആൻഡ് വേർ ദ വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ ഈസ് 50,000 rupees ഓർ മോർ. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയൻ്റാണ്, നമ്മുടെ ഗുഡ്സിൻ്റെ വാല്യൂ 50,000 rupees മുകളിലാണ് എങ്കിൽ അവരുടെ
HSN കോഡ് ഓഫ് ഗുഡ്സ് ഓർ അക്കൗണ്ടിങ് കോഡ് ഓഫ് സർവീസസ്. അതിൽ HSN കോഡ് ചേർക്കണം. HSN കോഡ് പറഞ്ഞാൽ ഒന്നുമില്ല. HSN കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ഒരു പ്രോഡക്റ്റിന് അറൗണ്ട് 50,000 പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ 50,000 പ്രോഡക്ട്സ് ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കോഡ്, യൂണിവേഴ്സൽ കോഡ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്ട്സിന് കൊടുത്തിട്ടുണ്ട്. അതാണ് HSN കോഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ഓർ സർവീസസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിൽ എന്തൊക്കെ ഗുഡ്സാണ് അതിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് യൂണിക് ക്വാണ്ടിറ്റി കോഡ് ദെയറോഫ്, അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ, ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് സപ്ലൈ, എത്ര ടോട്ടൽ ആ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്നുള്ളത്. ഓക്കെ. പിന്നെ ടാക്സബിൾ വാല്യൂ, അതിൻ്റെ ടാക്സബിൾ വാല്യൂ എത്രയാണ്, ഡിസ്കൗണ്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര വരും. പിന്നെ റേറ്റ് ഓഫ് ടാക്സ്, സെൻട്രൽ, സ്റ്റേറ്റ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇതെല്ലാം കുറച്ചുകൊണ്ട്, സെസ് അങ്ങനെയെല്ലാം കുറച്ചുകൊണ്ടുള്ള അപ്രോപ്രിയേറ്റ് വാല്യൂ. പിന്നെ എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ്, അതേപോലെ എത്ര എമൗണ്ടാണ് ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നത്, എത്ര ഡെലിവറി ചെയ്യുന്നതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും, വെദർ ടാക്സ് ഈസ് പേയബിൾ ഓൺ റിവേഴ്സ് ചാർജ് ഓർ നോട്ട്, റിവേഴ്സ് ചാർജ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അതൊക്കെ. പിന്നെ അതേപോലെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ അൺരജിസ്റ്റേർഡ് കസ്റ്റമറാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസും കൂടി ഈ ടാക്സ് ഇൻവോയ്സിനകത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇനി എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അതിൽ പറയുന്നുണ്ട് അണ്ടർ GST a tax invoice is an essential document for the recipient to avail input tax credit. ITC കിട്ടണമെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ എല്ലാ GST പേയേഴ്സും ഈ പറഞ്ഞ പോലെ ടാക്സ് ഇൻവോയ്സ് കയ്യിൽ വെച്ചിരിക്കണം. ഓക്കെ. പിന്നെ എ രജിസ്റ്റേർഡ് പേഴ്സൺ കനോട്ട് അവൈൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അൺലെസ് ഹി ഈസ് ഇൻ പൊസഷൻ ഓഫ് ടാക്സ് ഇൻവോയ്സ് ഓർ എ ഡെബിറ്റ് നോട്ട്. അതായത് അയാളുടെ കയ്യിലൊരു ടാക്സ് ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റ് നോട്ടോ കയ്യിലില്ലെങ്കിൽ ഒരിക്കലും ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടത്തില്ല. പിന്നെ GST ഈസ് ചാർജബിൾ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ. ഇൻവോയ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ടൈം ഓഫ് സപ്ലൈ. GST ടൈം ഓഫ് സപ്ലൈയിലാണല്ലോ നമ്മൾ ചാർജ് ചെയ്യുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഇൻവോയ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് ഇൻവോയ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ബിൽ ഓഫ് സപ്ലൈ? ബിൽ ഓഫ് സപ്ലൈ എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഓർ പേയിങ് ടാക്സ് അണ്ടർ കോമ്പൻസേഷൻ സ്കീം ഷാൾ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ എ ബിൽ ഓഫ് സപ്ലൈ. A bill of supply is similar to GST invoice, except that bill of supply does not contain any tax amount as the seller cannot charge GST to the buyer. അപ്പോൾ എന്താണ് ബിൽ ഓഫ് സപ്ലൈ? അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് എക്സംപ്റ്റഡ് ഗുഡ്സ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, പക്ഷേ അയാൾ എക്സംപ്റ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസും ആണ്, അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് ഈ പറഞ്ഞ രീതിയിൽ സപ്ലൈ നടത്തുന്നതെങ്കിൽ പേയിങ് ടാക്സ് അണ്ടർ കോമ്പൻസേഷൻ സ്കീം ഷാൾ ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ ഇയാൾ എന്താണ്, കോമ്പൻസേഷൻ സ്കീമിലായിരിക്കും ഇയാൾ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇൻസ്റ്റെഡ് ഓഫ് ടാക്സ് ഇൻവോയ്സ് കൈവശം വയ്ക്കുന്നതിനേക്കാളും ചെയ്യേണ്ടത് ഒരു കോമ്പൻസേഷൻ ടാക്സ് സ്കീമായിരിക്കണം ഇയാൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഓക്കെ. അപ്പോൾ അതിൽ അയാൾ ബിൽ ഓഫ് സപ്ലൈ പറഞ്ഞൊരു ഒരു ഡോക്യുമെൻറ്റ്, ഒരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ് ഇയാൾ സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. എ ബിൽ ഓഫ് സപ്ലൈ ഈസ് സിമിലർ ടു GST ഇൻവോയ്സ്. ഈ GST ഇൻവോയ്സ് ടാക്സ് ഇൻവോയ്സ് പോലെ തന്നെ സിമിലറാണ് ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ദാറ്റ് ബിൽ ഓഫ് സപ്ലൈ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ടാക്സ് എമൗണ്ട് ആസ് ദ സെല്ലർ കനോട്ട് ചാർജ് GST ടു ദ ബയർ. പക്ഷേ ഈ ബിൽ ഓഫ് സപ്ലൈയിൽ ഒരിക്കലും ഒരു ടാക്സ് എമൗണ്ടിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. പറയുന്നുണ്ട് എന്താണ് കണ്ടൻസ് ഓഫ് ബിൽ ഓഫ് സപ്ലൈ. കണ്ടൻസ് ഓഫ് ബിൽ ഓഫ് സപ്ലൈയിൽ പറയുന്നുണ്ട് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ GSTN ഓഫ് ദ സപ്ലൈ. സപ്ലയറിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് ഉണ്ടാവും. കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ നോട്ട് എക്സീഡിങ് 16 ക്യാരക്ടേഴ്സ്. സെയിം എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സ് ഇൻവോയ്സിൻ്റെ പോലെ തന്നെയാണ് ബിൽ ഓഫ് സപ്ലൈ ഉണ്ടാവുക. പക്ഷേ അതിൽ ടാക്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഉണ്ടാവില്ല. HSN നമ്പർ ഉണ്ടാവും, ഗുഡ്സ് ആൻഡ് സർവീസസ്
സപ്ലൈ ചെയിനിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും, GST നമ്പർ ഉണ്ടാവും, കൺസ്യൂമറിൻ്റെയും സെല്ലറിൻ്റെയും GSTN നമ്പർ ഉണ്ടാവും. ഓക്കെ, പിന്നെ എത്ര വാല്യൂ ഉണ്ട്, അതേപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എന്താണ് ടാക്സ് ഇൻവോയ്സും ബിൽ ഓഫ് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസം.